ഹായ് ഹലോ എല്ലാവർക്കും ആര്യൻ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രൈഡ് റൈസിൻ്റെ കൂടെ നമ്മൾ തയ്യാറാക്കിയ ചിക്കൻ കറിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ 3-4 ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതുപോലെ 4-5 അല്ലി വെളുത്തുള്ളി, അതുപോലെ വളരെ കുറച്ച് മല്ലിയില. ഇത് മൂന്നും കൂടെ അരച്ച് പേസ്റ്റാക്കി നമ്മൾ മാറ്റി വെക്കുക. അതിനുശേഷം ചിക്കൻ നന്നായിട്ട് കഴുകിയെടുക്കുക. ചിക്കൻ കഴുകി കഴിഞ്ഞതിന് ശേഷം ഉപ്പ് വിനാഗിരിയും കൂടെ ചേർത്ത് ഇളക്കി കുറച്ച് നേരം മാറ്റി വയ്ക്കാറുണ്ട്. അത് കഴിയുമ്പോഴുള്ള വെള്ളമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ ഒരു വെള്ളവും കൂടെ നന്നായി ചിക്കനിൽ നിന്ന് കഴുകി കളഞ്ഞതിന് ശേഷം ചിക്കൻ ഒന്ന് തോരാനായിട്ട് നമ്മളൊരു കണ്ണാപ്പയിലേക്ക് വെച്ചിരിക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി മല്ലിയില പേസ്റ്റ്, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, നാരങ്ങാനീര്, ഉപ്പ്, ടൊമാറ്റോ സോസ് ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ചിക്കൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുക, അരമണിക്കൂറെങ്കിലും വെക്കുക. അതിനുശേഷം നമ്മൾ അതെടുത്ത് വറുത്ത് മാറ്റി വയ്ക്കുക. ചിക്കനെല്ലാം വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പതിയെ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. വറക്കാനായി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തെങ്കിലും നമുക്ക് കറി ഉണ്ടാക്കാവുന്ന നേരവും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ അതാണ് ജാറിലേക്ക് ഇട്ട് അടിച്ചെടുക്കുന്നത്. ശേഷം എണ്ണയിൽ കുറച്ച് നെയ്യ് ചേർത്ത് സവോള എല്ലാം വഴറ്റിയെടുക്കുകയാണ്. നമ്മളിവിടെ 4 സവോളകളും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സവോള എല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുക്കാൻ എളുപ്പത്തിനായിട്ടാണ് നമ്മൾ ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ 4-5 പച്ചമുളക് ചതച്ചതും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് 2 തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇവയെല്ലാം കൂടെ അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കുക. അബദ്ധം പറ്റിയതാണോ എന്നറിയത്തില്ല, നേരത്തെ എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു. ഞാൻ സാധാരണ ഉള്ളിയെല്ലാം വഴറ്റി പൊടികളും വഴറ്റിയതിന് ശേഷമേ തക്കാളി ചേർക്കാറുള്ളൂ. അങ്ങനെ ചേർത്താലും കുഴപ്പമില്ല, ഇങ്ങനെ ചേർത്താൽ വെള്ളം വറ്റിച്ചെടുക്കണം എന്നേ ഉള്ളൂ. ഇങ്ങനെ ചേർത്താലും വെന്ത് കിട്ടിയാൽ മതി. അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി എന്നിവയാണ് ചേർത്ത് കൊടുത്തത്. ആവശ്യത്തിന് ഉപ്പും കുറച്ച് സോസും ഇതിൽ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായി ഇളക്കി പൊടികൾ വെന്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ലേശം നാരങ്ങാ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു പിടി മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഒഴിച്ചു കൊടുത്ത എണ്ണ നമ്മൾ ചിക്കൻ വറുത്ത എണ്ണ തന്നെയാണ്. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ചെറുതീയിൽ അടച്ചു വെച്ച് വറ്റിച്ചെടുക്കുക. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോഴാണ് സാധാരണ ഞങ്ങൾ ഈ കറി ഉണ്ടാക്കാറുള്ളത്. അതുകൊണ്ട് അതിലേക്ക് വറക്കുന്ന സവോള, അണ്ടിപ്പരിപ്പ് ഒക്കെ ഞാൻ ഇതിലേക്ക് പൊടിച്ച് ചേർക്കാറുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നമ്മളുടെ കറിക്ക് ടേസ്റ്റ് കൂടും. വെള്ളത്തിൻ്റെ അളവും വറ്റിച്ചെടുക്കേണ്ട രീതിയും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. നമ്മളുടെ ഫൈനൽ ലുക്ക് അങ്ങനെയായിരുന്നു കറിയുടെ. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ കറിയുടെ പരിപാടി അവിടെ കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ തുടർന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.